ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പൊറോട്ട മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പട്ടാള ക്വാർട്ടേഴ്സിൻ്റെ കിച്ചണൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുക്കിങ്ങും വീഡിയോ എടുക്കലും രണ്ടും കൂടി നടക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കാണാവേ. ഞാൻ 1 കിലോ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു മുട്ടയാണ്, ഒരു മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെടുത്ത് നന്നായിട്ടൊന്ന് ഞാനത് മിക്സ് ചെയ്യുന്നുണ്ട്. കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു പൊറോട്ട മേക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഇപ്പോഴായിട്ട് സാധിച്ചത്. കാരണം എല്ലാവരും അവധിയുള്ള ദിവസമൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾ വീട്ടിലുള്ളപ്പോഴേ. പിന്നെ ഞാനത് കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്തു. ഒരുപാട് വെള്ളമായി പോകാതിരിക്കാനാണ് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊരു 5 മിനിറ്റോളം അത് കുഴയ്ക്കണം. നന്നായിട്ട് സ്മൂത്താകാൻ വേണ്ടിയിട്ട്, മാവ് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു കോട്ടൺ തുണി, നനഞ്ഞൊരു കോട്ടൺ തുണി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു 2 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതിന് ശേഷം കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വീഡിയോ എല്ലാവരും മുഴുവനും കാണണേ, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണേ. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോഴേക്കും മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. 2 മണിക്കൂറെങ്കിലും വെക്കണം അത്, എന്നാലേ നമുക്കിതിങ്ങനെ. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആകെ ഞാനതിനകത്ത് മുട്ടയും ഉപ്പും പഞ്ചസാരയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിത് ആവശ്യത്തിന് വലിപ്പം, ചെറിയ ബോൾ സൈസോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം. നന്നായിട്ട് എല്ലാം തന്നെ ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്കൊരു കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. പിന്നെ ഓരോ ബൗളെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്ത രീതിയാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ ഹസ്ബൻഡാട്ടോ ചെയ്യുന്നത്. ഇതും ബാക്കിയുള്ള പരിപാടിയൊക്കെ അത്യാവശ്യം ഹസ്ബൻഡും കൂടി കുറേ കാര്യങ്ങൾക്ക്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ എല്ലാം തന്നെ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാം ആക്കിയെടുത്തു. ഇതേപോലെ തന്നെ എല്ലാ ഉരുട്ടി വെച്ചിരിക്കുന്ന ബൗളും നമ്മൾ ഇതേപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാനൊരു 1 മണിക്കൂർ വെച്ച് കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ ഇതെടുത്തിട്ട് പരത്താൻ തുടങ്ങിയത്. അപ്പോൾ ഒരുമാതിരി പൊറോട്ടയുടെ ആകൃതി തന്നെ വന്നിട്ടുണ്ട്, ഷേപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഞാനതിന് ശേഷം ചുട്ടെടുക്കുകയാണ് ചെയ്തത്. നമുക്കതൊന്ന് കാണാവേ. അങ്ങനെ പൊറോട്ടയുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ഫുള്ള് നെയ്യാട്ടോ ചേർത്തിരിക്കുന്നത്. എണ്ണ ചേർത്തിട്ടേ ഇല്ല, നെയ്യിലാണ് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് ഞാനത് നെയ്യ് തന്നെ ചേർത്തത്. പിന്നെ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയുടെ ആകൃതിയൊക്കെ വന്നിട്ടുണ്ട്, കട്ടിയും കുറവുണ്ട്, നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഹസ്ബൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ പറയണ്ടേ, നല്ല പൊറോട്ടയായിരുന്നു. നല്ല ടേസ്റ്റുമായി, നല്ല സ്മൂത്തുമായിരുന്നു, നല്ല പൊറോട്ടയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് അടുപ്പിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ സൺഡേ അടിച്ച് പൊളിച്ച് ഫ്രണ്ട്സ്. ഓക്കെ, ബൈ, സീ യു.